രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വ്യാകുലപ്പെടുന്ന സബിത, അവരെ ആശ്വസിപ്പിക്കുന്ന രവി, സൗദാമിനി അവരുടെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ശ്രുതിയോട് പറയുന്നു. അത് കേട്ട് വിഷമിക്കുന്ന ശ്രുതി. ശ്രുതിയുടെ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിയാൽ അത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്നും അതിന് പുതിയ അവകാശികൾ വരാൻ സാധ്യതയുണ്ടെന്നും സബിതയോടും രവിയോടും പറയുന്ന സൗദാമിനി. ഈ ആശങ്ക രവിയുമായി പങ്കുവെക്കുന്ന സബിത. ശ്രുതിയെക്കൊണ്ട് അരുൺ തോമസിനെ കല്യാണം കഴിപ്പിക്കാൻ ആലോചിക്കുന്ന ലില്ലിക്കുട്ടി അമ്മച്ചി. ഇനി തുടർന്ന് കാണുക. നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത് സാറേ? ഇല്ല സാറേ, നമ്മുടെ ഒരു ബന്ധു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് ഓഫീസിൽ വരാൻ പറ്റുമോ? അതന്നെ, ഞാൻ ആ ഫയൽ കൊടുത്തയച്ചിരുന്നല്ലോ. ഇല്ലട്ടാ, അത് 4-5 ദിവസമല്ല, ഒരു 2 ആഴ്ചയായിട്ട് ലീവാണ്. ആ നോക്കട്ടെ സാറേ. വൈകിട്ടാ? ശ്രുതിയാ? ഐ, ശ്രുതിയുടെ കാര്യമില്ല ഇപ്പം പറഞ്ഞേ. ആള് 2 ആഴ്ചയായിട്ട് ലീവാണ്. ആ നോക്കട്ടാ, സാറിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നമ്മുടെ അമ്മച്ചിയുടെ കോൾ വരുന്നുണ്ട്. ശരിയേട്ടാ. ആ അമ്മച്ചി. നീ ഇതെവിടെ പോയി കിടക്കാടാ? ദാ വരുന്നൊന്നും പറഞ്ഞു പോയിട്ട് നീ ഇവിടെ കാണണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഇറങ്ങിയത് അമ്മച്ചി. നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ വിഷയമുണ്ട്. നീ അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ വാടാ. ഞാൻ അല്പം തിരക്കില്ല അമ്മച്ചി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. 1-2 പ്രോപ്പർട്ടിയുടെ അഡ്വാൻസ് കൊടുത്തതിലെ ചെറിയൊരു പ്രശ്നം. ഞാനത് ഡീൽ ചെയ്യാനുള്ള തത്രപ്പാടില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അച്ഛനും മറ്റുമൊക്കെ വരൂന്ന്. അപ്പൊ നീ മനഃപൂർവ്വം മുങ്ങിയതല്ലേ ഓരോന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ അമ്മച്ചി അതൊന്നും വേണ്ടെന്ന്. പിന്നെ ഇപ്പൊ എന്തിനാ അവരൊക്കെ വിളിച്ചേ? നീയൊന്ന് വാടാ മോനെ, അച്ഛനൊക്കെ വന്നിരിക്കല്ലേ. ഇത് ചായ എടുത്ത് വെച്ചിട്ടുണ്ടേ, തണുത്ത് പോയിട്ട് എന്നെ കുറ്റം പറയല്ലോ. അതുകൊണ്ടോ ഈ അച്ഛന് കൊടുക്കടി. ഓ മോളൊരു കാര്യം. ഡാ മോനെ, നീ വരാതിരുന്ന അമ്മച്ചിക്ക് നാണക്കേടാട്ടാ. ഇത് അമ്മച്ചിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ. ഞാനങ്ങോട്ട് വരാം. പെട്ടെന്ന് വരണട്ടാ. നീ ഇതുവരെ കൊണ്ടുപോയി കൊടുത്തില്ലേ? എനിക്ക് 2 കയ്യല്ലേ ഉള്ളൂ. വേഗം കൊണ്ടുപോയി കൊടുക്കടി. ഓ എന്റെ കർത്താവേ. അവനിപ്പോ വന്ന് പള്ളിയുടെ നടവരെ വരുവുള്ളൂ ലില്ലിക്കുട്ടി. ഇനി അതും ഉണ്ടാവൂലേ? അവൻ പണ്ടേ അങ്ങനെയല്ല അച്ചോ. എന്നാലും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഒന്നും മിണ്ടാണ്ടിരിക്കണം. പണ്ടവൻ കൃത്യമായി പള്ളിയിൽ വരാൻ കാരണം ഉണ്ടായിരുന്നു. അന്ന് അവൻ നല്ലൊരു കുഞ്ഞാടായിരുന്നു. പിന്നെയല്ലേ ആ കുഞ്ഞാടിന്റെ ഉള്ളിലുള്ള സാത്താനെ കർത്താവ് ഈശോമിശിഹ മനസ്സിലാക്കിയത്. അതെന്താ ഫാദർ, പുതിയൊരു കുഞ്ഞാടും സാത്താനും കർത്താവും ഒക്കെ? അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ അച്ചോ. ഇനി എന്തിനാ അതൊക്കെ പറയണേ? എന്നാലും ലില്ലിക്കുട്ടിയെ, അതെങ്ങനെയാ അന്യജാതിപ്പെട്ട ഒരു പെണ്ണിനെ ഈ അച്ഛൻ മുമ്പിൽ നിന്ന് കല്യാണം നടത്തി കൊടുക്കണേ? നിങ്ങളെല്ലാരും കൂടി എന്റെ ലോഹം ഊരിക്കുവോ? അതിലൊക്കെ നമ്മളൊരു വഴി ഉണ്ടാക്കില്ലേ ഫാദർ? എന്ത് വഴി? ഞങ്ങളൊക്കെ എണ്ണം പറഞ്ഞ ക്രിസ്തീയ തറവാട്ടുകാരാ. ആ തോമാസ് ലീഗ് ആദ്യമായിട്ട് കേരളത്തിൽ വന്ന് മാമോദീസ മുക്കിയ പരമ്പരപ്പെട്ട കുടുംബക്കാരാ. ഇതൊന്നും അത്ര നല്ലതല്ല. കുടുംബത്തിൽ വേറെ പെമ്പിള്ളേരില്ലാഞ്ഞിട്ടാണോ? എത്ര ഉണ്ട് ഇല്ലേ അച്ചു? ഓ പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കണം അവിടെ. നിന്റെ പറച്ചില് കേട്ടാ തോന്നും തോമസ് ലീഗ് ഇടയ്ക്കിടയ്ക്ക് വന്ന് മാമോദിസ മുക്കിട്ട് പോണ പോലെയാണെന്ന്. അല്ലെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഓടക്കല്ലേ പറയൂ. നല്ലത് നടക്കണതൊന്നും നിനക്ക് കണ്ടുകൂടല്ലോ അതിന്. ഡെന്നിസേ, ആ കൊച്ചു മതം മാറാൻ തയ്യാറാണെന്ന് നീ തിരക്കിയായിരുന്നോ? ഞാൻ അവളോട് സംസാരിച്ചായിരുന്നു ഫാദർ. അവൾക്ക് എങ്ങനെയെങ്കിലും ലില്ലിക്കുട്ടി അമ്മച്ചി എടുത്ത് എത്തിയാൽ മതി. അത്രയ്ക്ക് താല്പര്യം അവൾക്ക്. ഇനിയിപ്പോൾ മതം മാറാനായാലും എന്തിനായാലും അവൾ തയ്യാറാ. പക്ഷേ എന്ത്? പക്ഷേ ഒരു
ആ കാര്യങ്ങളൊന്നും അവളല്ലല്ലോ തീരുമാനിക്കുന്നത്. അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഉറപ്പിക്കാൻ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞതല്ലേ. എല്ലാം ഏറ്റൂന്ന് പറഞ്ഞു പോയതല്ലേ. എന്നിട്ടിപ്പോ എന്തായി? മതം മാറ്റാതെ ഈ കല്യാണം നടക്കില്ല ഫാദർ. ഒന്നാമത് ഇത് തറവാടികൾക്ക് ചെന്ന കല്യാണമാണോ? അല്ലേ അമ്മമ്മച്ചി? നീ ഒന്നും മിണ്ടായിരിക്കടാ അവിടെ. അമ്മമ്മച്ചി കാര്യങ്ങൾ പറയണ്ടേ? അങ്കിൾ സമാധാനിക്ക്. അവളുടെ പേരൻസ് എല്ലാം പുറത്താ. ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ കൊച്ചു മതം മാറിയാലും ഇല്ലെങ്കിലും എന്റെ മോൻ അവള് മതി. അത് ഞാൻ തീരുമാനിച്ചതാ. അമ്മമ്മച്ചി ആ അത് ഞാൻ തീരുമാനിച്ചതാ. നമുക്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. അവക്കിപ്പം അമ്മച്ചി എത്ര ജീവനാണെങ്കിൽ പിന്നെ അവൾ അമ്മച്ചി പറഞ്ഞാൽ പിന്നെ മതം മാറില്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പം മതത്തിലേക്ക് എന്തിരിക്കുന്നു? എപ്പോൾ വേണമെങ്കിലും മാറാലോ അല്ലേ? ആ അത്രേ ഉള്ളൂ. എനിക്കത് ശരിയാവും തോന്നില്ല. നിനക്കല്ലെങ്കിൽ എന്തുട്ടാണ്ടാ ശരിയാവുക? ഡോ സാർ. ഇളങ്ങി വന്നേ. ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്യട്ടെ. ശരി സാർ. പെട്ടെന്ന് വേണം. ഓക്കെ സാർ. നമുക്ക് ഇപ്പൊ തന്നെ പോകാനുള്ളതാണ്. ആ ശരി. ഈ ശുമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ വാ. നിന്റെ കാര്യങ്ങളെപ്പോ പറഞ്ഞോണ്ടിരുന്നേ? പള്ളിയെ കയറാതെ കറങ്ങി നടക്കണേനെ കുറിച്ച്. ആ നമ്മുടെ ഗീവർഗീസ് പുണ്യാളുണ്ടല്ലോ. അപ്പോ പള്ളിക്കാരി ആയിരിക്കുമല്ലേ? പള്ളിയെടുത്ത് പിടിങ്ങാതെ നോക്കിക്കോണേച്ചോ. നിന്റെ അമ്മച്ചിയുടെ മൂത്ത ആങ്ങളുടെ മോനല്ലേ, അല്പം ബഹുമാനമൊക്കെ കൊടുത്തൂടെ? പിന്നെ ബഹുമാനേ, കുറെ കാലം ഷാർജയിൽ പോയി കിടന്ന് ഷാർജ ടു സലാല ട്രിപ്പ് അടിച്ച് കള്ളം വിറ്റ് അവസാനം പോലീസ് പിടിച്ച് ജയിലിൽ കിടന്ന വലിയ മഹാനല്ലേ. എന്നിട്ടിപ്പോ ജീവനുള്ള കതറുവിട്ട് രാഷ്ട്രീയവും പള്ളിക്കാരും. കൊള്ളാട്ടാ. എന്നാലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലെ നമ്മുടെ തന്നെ കാശ് കട്ടുമുടിച്ചിട്ടല്ലോ, സ്വന്തം കാശ് കൊണ്ടല്ലേ അല്ലേങ്ങളെ? ആ അതിലും ഭീകരന്മാരുണ്ട് ഇപ്പൊ ഈ ലോകത്ത്. സ്നേഹം നടിച്ച് കള്ളവും കാപ്പട്ടിയും തട്ടിപ്പും കൊണ്ട് മനുഷ്യന്മാരെ കറക്കണവന്മാര്. അതിലും ഭേദാട്ടാ ഈ കുട്ടി രാഷ്ട്രീയക്കാര്. അതല്ലേലും അങ്ങനെ തന്നെയാച്ചോ. എടുത്ത് വളർത്തിയ പിള്ളേരൊക്കെ ഇടാന്ന് വിളിക്കുന്ന കാലമാണ്. ഇവനായിട്ട് എന്തിനാ ഇനി കുറയ്ക്കുന്നത്? ആ ഞാൻ പണ്ട് ഷാർജയിൽ നിന്ന് സലാലയ്ക്ക്. എന്റെ പൊന്നു ഗീവർഗീസേ, കർത്താവിനെ ഓർത്ത് നീ ആ ഷാർജ സലാല വണ്ടി ഒന്ന് നിർത്ത്. 1 മണിക്കൂറിനുള്ളിൽ 150 പ്രാവശ്യമായി നീ ഇത് പറയണേ. അല്ല ഇത് എന്താ ഡെന്നിസേ? നമ്മൾ അരുണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വന്നതല്ലേ? ഇതെന്ത് പരിപാടിയല്ലേ കുട്ടി? അവനിപ്പോ വരുവച്ചോ? അമ്മമ്മച്ചി ഇതിനൊരു തീരുമാനമൊക്കെ വേണ്ടേ? ഒന്നാമത് നമുക്ക് താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ കുടുംബത്തിലെ കാര്യമില്ലെന്ന് കരുതി ഉള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് വന്നതാ. നീ ബഹളം ഉണ്ടാക്കാതിരിക്കും വർക്കി. അമ്മച്ചി ഒന്ന് വിളിച്ചാടാ അവനെ. ഞാനാണെങ്കിൽ രാവിലെ അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തതാ. അവരിപ്പം വാട്സാപ്പിൽ നമ്മുടെ തീരുമാനം നോക്കിയിരിക്കുക. അമ്മച്ചി ഒന്ന് വിളിച്ചേ. വിളിക്കേ. അച്ഛനെന്ന് വേറെ ഭവന സന്ദർശനമൊന്നും ഇല്ലായിരുന്നോ? എന്റെ ഗീവർഗീസേ 2 എണ്ണം ഉണ്ടായിരുന്നു. അത് മാറ്റിവെച്ചാ ഇങ്ങോട്ട് വന്നത്. ഇതറിഞ്ഞെങ്കിൽ അതും കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുവുള്ളായിരുന്നു. മോനെ നീ എന്താ അവിടെ നിക്കാണ്ട് ഇങ്ങോട്ട് കേറിപ്പോന്നേ? ഫാദറൊക്കെ എന്ത് വിചാരിക്കും? നീ വല്ലതും കേൾക്കണണ്ടാ? നിന്റെ കല്യാണക്കാരിയല്ലേ അവിടെ ചർച്ച ചെയ്യണേ? അമ്മച്ചി അത് നടക്കില്ല അമ്മച്ചി. നടക്കില്ലെന്ന്? അതെന്തുട്ടാ കാര്യം? എന്താന്ന്? അത് ഞാൻ അവളുടെ പേരൻസിനെയൊക്കെ വിളിച്ചിരുന്നു. അവർക്കെന്തോ താല്പര്യക്കുറവുള്ളതുപോലെ. മതം മാറിയ ഒരു ബന്ധത്തിനും അവർക്ക് താല്പര്യമില്ലെന്ന്. എന്നാ അവര് പറഞ്ഞോ? അത് മാത്രല്ല,
അവൾക്ക് വേറെ ഏതൊക്കെയോ ആലോചനകൾ നോക്കുന്നുണ്ടെന്ന്. അതിനിടയിൽ നമ്മൾ എന്തിനാ അമ്മച്ചി വെറുതെ? അമ്മച്ചി അതങ്ങ് വിട്ടേക്ക്. നീ ഇതെന്തുട്ടാ പറയണേ? അവര് നാട്ടിൽ വന്ന് അവളെ കൊണ്ടുവന്ന് പറയണേ. ഞാനതല്ലേ അമ്മച്ചിയോട് നേരത്തെ പറഞ്ഞേ ഇതൊന്നും വേണ്ടെന്ന്. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആഗ്രഹിച്ചിട്ട്. ഡാ മോനെ, നീ ഇതെന്തുട്ടാ പറയണേന്ന്? ഞാനിതല്ലാണ്ട് പിന്നെ എന്തുട്ടാ ആഗ്രഹിക്കണ്ടേ? എത്ര നാളായി കാത്തിരിക്കണം മിന്നുകെട്ടാ. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ? അമ്മച്ചി അത് അവർക്കൂടെ തോന്നണ്ടേ? നമുക്ക് മാത്രം തോന്നിയാ മതിയോ? നീ ഒന്നൂടൊന്ന് സംസാരിക്കടാ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് സംസാരിപ്പിക്കാന്ന്. അമ്മച്ചി ആരും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുക. അമ്മച്ചി ആ തീരുമാനം ചെന്ന് അച്ഛനോട് പറയട്ടാ. അമ്മച്ചി ചെല്ല്. ശ്രുതിയുടെ തീരുമാനം അങ്ങനെ തന്നെയാ? അമ്മച്ചി അത് അവളുടെ പേരൻസ് പറയണല്ലേ അവള് കേൾക്കണ്ടേ. ഞാനും പറഞ്ഞു അത് തന്നെ മതിയെന്ന്. വെറുതെ പേരൻസിനെയൊക്കെ വെറുപ്പിച്ചിട്ട്. ഡാ, അവള് നീ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച പിന്നെ പേരൻസിന് എന്തുട്ടാ കാര്യം? അവൾ അന്യജാതിക്കാരിയായിട്ടും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലടാ. അതുപോലെ അവളുടെ പേരൻസിനും അവളെ സപ്പോർട്ട് ചെയ്താലെന്താ? രണ്ടുപേർക്കും ഇഷ്ടാണെങ്കിൽ അതല്ലേ വലുത്. അമ്മച്ചി അതൊന്നും ശരിയാവില്ല. ചെല്ലേ അമ്മച്ചി ചെന്ന് അച്ഛനോട് പറയേ. ചെല്ലമ്മച്ചി. എനിക്ക് വയ്യട്ടാ. ഞാൻ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് വയ്യ. നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. അമ്മച്ചി ഞാനല്ലല്ലോ പറയണ്ടേ. അമ്മച്ചിയല്ലേ ഇപ്പൊ അവരെയൊക്കെ വിളിച്ചു വരുത്തിയേ. അമ്മച്ചീനങ്ങ് പറഞ്ഞാ മതി. ചെല്ലമ്മച്ചി. ഡാ മോനെ, ഡാ, ഞാൻ സംസാരിക്കാടാ ശ്രുതിയോട്. ഈ അമ്മച്ചി വിളിച്ച അവള് വരൂടാ. കർത്താവാണേ വരൂ. ഡാ മോനെ, അവളുടെ അമ്മയോടും അച്ഛനോടൊക്കെ ഞാൻ സംസാരിക്കാടാ. അവർക്ക് മലയാളം അറിയുന്നവരല്ലേ. ഞാൻ സംസാരിക്കാം. ഈ അമ്മച്ചി സംസാരിക്കാടാ. അമ്മച്ചി അതൊന്നും വേണ്ട അമ്മച്ചി. ഡാ മോനെ, എനിക്ക് അവളെ ഒന്ന് കണ്ടാ മതി. അവക്ക് നമ്മളെ അത്രയ്ക്ക് ഇഷ്ടല്ലടാ. അവളെന്ന് കൊണ്ട് കാണിക്കടാ. ഞാൻ അവളെയും കൂട്ടി അവരോട് സംസാരിച്ചോളാം. അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അത്രയ്ക്ക് ആശിച്ചു പോയതാണ് അമ്മച്ചി. ഞാനിനി ആരോടോ പറയണ്ട എന്റെ കർത്താവേ. കരയില്ലേ അമ്മച്ചി? നമുക്ക് അർഹതപ്പെട്ടല്ലെന്ന് അങ്ങ് വിചാരിച്ചാ മതി. അമ്മച്ചി ഇപ്പൊ വിഷമിക്കണ പോലെ ശ്രുതിയുടെ പേരൻസിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അവരെ ഇതുപോലെ വിഷമിപ്പിക്കണോ അമ്മച്ചി? വേണോ? അമ്മച്ചി ചെല്ലേ, എന്നിട്ട് അവരോടൊക്കെ പോയി പറയേ. പിന്നെ വെറുതെ ഇങ്ങനെ വിഷമിച്ചിട്ട് അസുഖം കൂട്ടണ്ടട്ടാ. മനസ്സിനെടുത്ത് കളയമ്മച്ചി. ചെല്ലമ്മച്ചി. എന്നാ അമ്മച്ചി? എന്നാ പറഞ്ഞവൻ? അമ്മച്ചി എന്നാ തന്നെ കരയുന്നേ? എന്നാ അമ്മച്ചി? ഇതൊന്നും നടക്കില്ലാന്ന് അവളുടെ പേരൻസ് അവനോട് പറഞ്ഞു. ഞാൻ കരുതിയത് ഇങ്ങനെ തന്നെയാ, ഇങ്ങനെയാ വരൂന്ന്. ഇതെന്താ ലില്ലിക്കുട്ടി, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആദ്യമേ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടായിരുന്നോ? ഫാദർ, ഞാൻ അന്വേഷിച്ചോളാം എന്താ കാര്യം. അങ്ങനൊന്നും വരാൻ വഴിയില്ല. ഞാൻ സംസാരിക്കാം. മോനൊന്ന് സംസാരിക്കട്ടാ. എന്നിട്ട് എന്താന്ന് വെച്ചാ മോനങ്ങ് ചെയ്യും. അമ്മച്ചിക്ക് വയ്യ. എന്റെ അമ്മച്ചി ധൈര്യമായിട്ടിരിക്കേ. അതൊരു ചെറിയ കാര്യമല്ലേ. അനീനെ കരഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ രണ്ടുപേരും എഴുന്നാട്ടെ. ഫാദർ എഴുന്നാട്ടെ.
അമ്മച്ചി പോയൊരു ചായ ഇട്ട് കൊടുത്ത ഞാൻ അവനോട് സംസാരിച്ചിട്ട് വരാം. ചെല്ലമ്മച്ചി, കൂളായിട്ടിരിക്കേ. ഇതൊരു ചെറിയ കാര്യമാണേ. നീ ബുദ്ധിമാനാടാ, മെടുക്കനാ. നിന്റെ അമ്മച്ചി പിന്നെ എന്ത് വങ്കത്തരങ്ങൾ കേട്ടാലും അങ്ങ് വിശ്വസിക്കുമല്ലോ. അവളുടെ ഭൂമിയിലില്ലാത്ത തന്തയോടും ഫലത്തിലില്ലാത്ത തള്ളയോടും നീ ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെന്നല്ലേ? ഡാ, ഈ കല്യാണം ഞാൻ നടത്തിത്തരാടാ. ഇപ്പോഴാടാ എൻ്റെ കറക്റ്റ് ടൈം. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം നിന്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കും. ലോകത്തിലെ ഒരു അത്ഭുത ശിശു ആയിരിക്കും അത്. ഡാസിർലേ, നീ വെറുതെ എൻ്റെ ക്ഷമ പരീക്ഷിക്കണ്ടട്ടാ. നിന്റെ ക്ഷമ ഇപ്പൊ തീരൂടാ. അവളുടെ അമ്മ നിശാന്തിനി ശങ്കറിങ്ങി വരും, ഞാൻ കൊണ്ടുവരും. അവരുടെ മോളുടെ നിറവേറ് കാണാൻ വരുത്തട്ടെ. ഇല്ലെങ്കിൽ പറ, നീയാണോ അവളുടെ കുഞ്ഞിനെ തന്ത? പറയടാ, ഒരു തീരുമാനം പറയടാ. നിന്റെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെ മുന്നിൽ നീ ഞെളിഞ്ഞു വിളിച്ച് പറഞ്ഞല്ലോ. അവരൊക്കെ കാത്തിരിക്കുക നിന്റെ കുഞ്ഞിന്റെ മാമോദിസ കൂടാൻ. നീ ഇപ്പം നിന്റെ അമ്മച്ചിയുടെ മുമ്പിൽ വിളംബരം നടത്തിയില്ലേ അവളുടെ പേരൻസിന്റെ കാര്യം? എടാ, നീ കണ്ടിട്ടുണ്ടോടാ അവരെ? നിനക്കറിയോ? അറിയോടാ? ഇഷ അരവിന്ദിന്റെ അമ്മ നിശാന്തിനി ശങ്കറിനെ നീ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ എനിക്കറിയാം അവരെ. ദാ ഇപ്പോഴും ഞാൻ സംസാരിച്ചതാ അവരോട്. എടാ, ഒരു ഫോൺ കോൾ മതി, അവര് വരും ഇവിടെ. ദാ അവരുടെയൊക്കെ മുന്നിൽ ഇഷ അരവിന്ദ് ഏറ്റു പറയണം, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ചട്ടുവാക്കുളം ലില്ലിക്കുട്ടിയുടെയും തോമസിന്റെയും മകനായ അരുൺ തോമസിന്റെ ആണെന്ന്. അപ്പൊ ഞാൻ നടത്തിത്തരൂടാ നിന്റെ കല്യാണം. നീ ഏറ്റു പറയണം. ഏതോ ഒരു വ്യഭിചരിച്ചുണ്ടാക്കിയ ഗർഭം ചുമന്ന് നടക്കുന്ന നിന്നെ അവളുടെ അമ്മയുടെ മുന്നിൽ മാലയിട്ട് സ്വീകരിച്ച് നിർത്തി കൊടുക്കടാ ഞാൻ. നിന്റെ അമ്മച്ചേര് സാക്ഷിയാവൂടാ, കേട്ടാ? എന്നോട്ടോ പറഞ്ഞ? നീ ഇപ്പൊ പറഞ്ഞില്ലേ തോമസിന്റെ ലില്ലിക്കുട്ടിയുടെ മകനായി പറയണ? കൊഴിച്ചു മൂടി ഞാൻ. ഒരുപാട് പേരെ ഇവിടെ കൊഴിച്ചു മൂടിയിട്ടുണ്ട്. കാണാൻ നിനക്ക് കാണാ. കർത്താവ് പറഞ്ഞതേ, ഒരു കരണത്തടിച്ച മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കണം. അടിയടാ, അടിയടാ. അരുണേ, നിന്റെ വീടായി പോയി. വലിയ ആണത്തം കാണിക്കുന്നവൻ. നിനക്ക് സിറിലിനെ അറിയാത്തോണ്ടാ? പൊളിക്കട്ടോടാ ഞാൻ, പൊളിക്കട്ടോ? പൊളിച്ചടിക്ക് നിന്റെ കല്യാണം ഞാൻ നടത്തിരടാ. അവന്റെ ഒരു ആക്ടിങ് നിന്റെ അമ്മച്ചിയുടെ അമ്മാച്ചന്റെ മറ്റേ അച്ഛന്റെ മുന്നിൽ പൊളിക്കട്ടോടാ ഞാൻ, പൊളിക്കട്ടോടാ. അമ്മച്ചേ, ഇങ്ങോട്ട് വാ. എന്താ മോനെ? എല്ലാം ഓക്കെ. അവൻ കല്യാണത്തിന് സമ്മതിച്ചു. അവനല്ല, അവര് സമ്മതിച്ചു. അവരുടെ വീട്ടുകാരോട് ഞാനിപ്പോ സംസാരിച്ചതേ ഉള്ളൂ. അവർക്കൊരു പ്രശ്നവും ഇല്ല കല്യാണത്തിന്. ആ, പക്ഷെ 2 മാസത്തെ സമയം വേണം കല്യാണത്തിന്, അത്രേ ഉള്ളൂ. 2 മാസം? അതെന്താ? കുഴപ്പമില്ലെന്നേ, കല്യാണം നടക്കും. പിന്നെന്താ പ്രശ്നം? അയ്യപ്പോ വൻ പറഞ്ഞതോ? അവൻ ചുമ്മാ പറഞ്ഞാണെന്നേ. അവര് പിള്ളേരെ എന്തോ ചെറിയൊരു പിണക്കം അല്ലേടാ? മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലേ. കല്യാണം നടക്കും. അമ്മച്ചിയോട് വന്നേ, വാ, അച്ഛനും വന്നേ.
ഹായ് ഡിയർ. ഒത്തിരി നാളായാലോ വിളിച്ചിട്ട്. മറന്നോ എന്നെയും നമ്മുടെ കാര്യങ്ങളൊക്കെ? നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നോടോ? ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ സിറിലിനെ വിളിച്ചതല്ലേ, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഏയ് ചുമ്മാ, ഞാൻ തന്നെ ഒന്ന് കിട്ടിയതല്ലേടോ. പിന്നെ എന്താ വിളിച്ചേ? എനി ഗുഡ് ന്യൂസ്? എല്ലാം കൂടെ അവസാനം സുദീപേട്ടനോട് പറഞ്ഞ് കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അച്ഛനോട് പ്രോപ്പർട്ടിയുടെ വിഷയം സംസാരിക്കാന്ന് ഏറ്റിട്ടുണ്ട്. ആഹാ, ഗുഡ്. താൻ ആള് സ്മാർട്ട് അല്ലേടോ, എനിക്കറിയില്ലേ. പിന്നെ താൻ അവന്റെ പുറകെ തന്നെ വേണം കേട്ടോ, സ്ട്രോങ് ആയിട്ട്. ഇല്ലെങ്കിലേ കാരണവന്മാരല്ലയോ, അവര് പറയുന്നതും കൊടുക്കുന്നതും വാങ്ങിയിട്ട് അവനിങ്ങി പോരും. അത് ഞാൻ സമ്മതിക്കില്ലല്ലോ. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട പ്രോപ്പർട്ടിയുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇയാളുണ്ടെങ്കിൽ നടക്കൂടോ കാര്യങ്ങള്, എനിക്കറിയില്ലേ. അതൊക്കെ ഞാൻ ഏറ്റു സിറിലേ. ആ, നമ്മുടെ പ്രോജക്റ്റിന്റെ പേർപ്പസ് ഒക്കെ ഗവൺമെന്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ആണോ? പിന്നെ ഏതിയെങ്കില് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് അതിന്റെ പിന്നാലെയാ. പിന്നെ പ്രവീണിന്റെ ഫണ്ടും ഓക്കെ. ഇനിയിപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം കാര്യങ്ങളൊന്ന് സ്പീഡപ്പ് ആയാൽ മതി. പിന്നെ കമ്പനി ജോയിന്റ് വെഞ്ചർ അല്ലേ, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം ഉടനെ. ഓക്കെ. ഗവൺമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെ, അസറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. ഓക്കെ? ശരി. പിന്നെ ആ ബോണ്ട് സൈൻ ചെയ്യണം. അതൊക്കെ ഞാൻ ചെയ്തോളാം സിറിലേ. ഞാൻ സിറിലിനെ അങ്ങോട്ടേക്ക് വിളിക്കാം. ഓക്കെ, ക്യാരി ഓൺ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. സിറിലാ വിളിച്ചത്. ഞാൻ യതിയങ്ങളിനെ കൂടെ ഒന്ന് വിളിക്കട്ടെ. സുധീപേട്ട, നമ്മുടെ പ്രോജക്റ്റിന്റെ കാര്യമേ യതിയെങ്കിലും സിറിലും പ്രവീണേട്ടും കൂടെ എല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കാര്യത്തിൽ മാത്രമേ താമസമുള്ളൂ. എല്ലാ കാര്യങ്ങളും സിറിലും യതിയെങ്കിലും കൂടി തീരുമാനിച്ചെങ്കിൽ അവരൊന്ന് അച്ഛനോട് സംസാരിക്കട്ടെ. ഹയ്യേടാ, അത് കൊള്ളാലോ. സുധീപേട്ടന്റെ പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാൻ പുറത്തുനിന്നാണോ ആൾക്കാർ വരേണ്ടത്? അത് സുധീപേട്ടൻ തന്നെ സംസാരിക്കണം, അല്ലാണ്ട് എങ്ങനെ ശരിയാവാനാ? സുധീപേട്ട ചെന്ന് സംസാരിക്കേ. വാ സുധീപേട്ട. ചെന്ന് ചോദിക്ക് സുധീപേട്ട. അച്ഛാ,